സഹിച്ച് എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ജീവിതമാണ് ഇവിടുത്തെ ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരനുഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യതയില്ലാത്ത സമാനതകളില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ച കാലമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും കഴിവുകെട്ട സർക്കാർ ഭരിച്ച 10 വർഷമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഒന്നും വേണ്ട, നിങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ തൃത്താല എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ അവസ്ഥ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ജനവിധി തേടാൻ വരുന്നത്. VT ബൽറാം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ കേൾക്കാത്ത, അറിയാത്ത, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അതിന് കാരണം അത്രയും കാലിബറുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു യുവ നേതാവാണ്. അദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ വീക്ഷിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, സംസാരങ്ങൾ, ഓരോ വിഷയത്തിലുമുള്ള അഗാധമായിട്ടുള്ള പാണ്ഡിത്യമൊക്കെ എല്ലാവരിൽ നിന്നും ഒന്ന് വ്യത്യസ്തനാക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് ഈ തൃത്താല നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാൻ, വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിക്കാൻ അങ്ങനെയൊരു നേതാവിന് സാധിച്ചിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നീണ്ട 10 വർഷം ഇവിടെ ഭരിക്കുകയും നിങ്ങളിൽ ഒരാളായിക്കൊണ്ട് ഏതൊരാളുടെയും വിളിക്കപ്പുറം എത്തുകയും ചെയ്തിരുന്ന ഒരു നല്ലൊരു നിയമസഭ സാമാജികനെ നമ്മൾ കാണുകയുണ്ടായി. നല്ലൊരു ജനപ്രതിനിധി, ഒരുപക്ഷെ ഈ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള MLA അല്ലെങ്കിൽ ഈ കേരളം കണ്ട മന്ത്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ പരാജിതനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. VT ബൽറാം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത കഴിവുകെട്ട മന്ത്രിയായി, ജനപ്രതിനിധിയായി ഇവിടെ രാജേഷ് മാറി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇതിനുള്ള തിരിച്ചടി, ഇതിനുള്ള മറുപടി, ഇതിനുള്ള നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പ്രതിഷേധമായിരിക്കണം നമ്മൾ അവിടെ രേഖപ്പെടുത്തേണ്ടത്. സത്യം പറഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിയോടും, ഒരു 5 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും അവർ വരെ പറയും ഇക്കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണം എന്ന് പറയുന്നത് ഏറ്റവും മോശം ഭരണമായിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ട ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും മോശപ്പെട്ട ഭരണമാണ് കഴിഞ്ഞു പോയത് എന്ന് പറയാവുന്ന സാഹചര്യമാണുള്ളത്. ഞാനിന്ന് താനൂരിൽ PK നവാസ് സാഹിബിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ടീമായി ഇറങ്ങിയിരുന്നു. ഹരിതയുടെ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? പല വീട്ടുകാരും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള LDFിൻ്റെ ആദർശം മുറുകെ പിടിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തോട് താല്പര്യമുള്ളവർ പോലും ഇന്ന് അവർ ഭരണത്തിൽ വരരുത് എന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഹൗസ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു മാറ്റം അവർ പോലും കൊതിക്കുന്നുണ്ട്. ഒരു പുതിയ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ പോലും ദാഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പരമ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ആ പ്രസ്ഥാനത്തിലെ നേതാക്കളെ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്ത് അവരെ വിജയിപ്പിച്ചതിന് ശേഷം, അവർ ഭരണത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും അവരോട് മുഖം തിരിക്കുകയും അവരോട് ദാഷ്ട്യ സ്വഭാവത്തിൽ മാത്രം പെരുമാറുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ സഹിക്കേണ്ടി വന്ന ഗതികേട് പേറുന്ന മനുഷ്യരാണ് ഈ കേരളത്തിലുള്ളത്. എന്തൊരു വലിയ ദുർവിധിയാണത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഈ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഈ അടുത്തിടെ വന്ന ഒരുപാട് ചിത്രങ്ങളിലും വീഡിയോ ക്ലിപ്പുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയാവാൻ, എന്തിനൊരു വാർഡ് മെമ്പർ ആവാൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഒരാളാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇദ്ദേഹത്തെ സ്നേഹിച്ച് ഇതൊരു മുഖ്യമന്ത്രിയാണല്ലോ, ഇത് കേരളത്തിലെ വലിയൊരു നേതാവാണല്ലോ എന്ന് കരുതി ഒരു സെൽഫി എടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞു കഴിഞ്ഞാൽ
ആ കൈ പോലും തട്ടി മാറ്റുന്ന, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ അത് വീട്ടിൽ പോയി ചോദിക്കണ എന്ന് ധാർഷ്ട്യത്തോടെ പറയുന്ന, കപടതയുടെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കണ്ടുകൊണ്ടിട്ടുള്ളത്. ഈ ഒരു ഭരണത്തിൽ നിന്നും മാറ്റമെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൊതിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മോഹന വാഗ്ദാനങ്ങൾ തന്ന് ഇവിടുത്തെ സാധാരണക്കാരയുടെ കൊഞ്ഞനം കുത്തുകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, ആദ്യത്തെ 5 വർഷം അവർ വന്നപ്പോൾ PR വർക്ക് കൊണ്ട് അവർ പിടിച്ചു നിന്നു. ആ PR വർക്കിൽ പിടിച്ചു നിന്നപ്പോൾ നമ്മളിൽ സാധാരണക്കാരായ ഒരു പക്ഷേ കൂടുതൽ രാഷ്ട്രീയ ബോധമില്ലാത്ത, ഇവരുടെ നാടകങ്ങളെ അല്ലെങ്കിൽ ഇവരുടെ കപടത തിരിച്ചറിയാത്ത ചിലരെങ്കിലും വിചാരിച്ചു ഈ PR-കളും പരസ്യങ്ങളും ഈ വാചകങ്ങളും ഇവരുടെ ഗുണബോംബുകളും ഒക്കെ എന്തൊക്കെയോ വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് ചിന്തിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയി വോട്ട് കുത്തിയ കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഈ മനുഷ്യരെ അധികകാലം വിഡ്ഢികളാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ചു കാണിച്ചു കൊടുക്കാൻ പോവാണ്. കാരണം ഇപ്പം നമ്മൾ പഠിച്ചു, ഇവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിയും പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കാലത്ത് ഇവർ PR വർക്കിന് വേണ്ടി മാത്രം 700 കോടി രൂപയിലധികം ചിലവഴിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ട ഒരു സ്ത്രീ വന്ന് മീഡിയയോട് പറയുന്നത്, ഞങ്ങൾ 178 കുടുംബങ്ങൾക്കും താമസിക്കാൻ പാകത്തിന് ഗവൺമെന്റ് തന്നിട്ടുള്ള വീടുകളായിട്ടില്ല, അഥവാ ഇപ്പോഴും അതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും വലിയ ഉദ്ഘാടന മാമാങ്കം നടത്തണം, ഇവർക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടണം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതവരെ ബാധിക്കുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം അവർക്കുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും റീലുകൾ ഇറക്കാൻ തുടങ്ങി, PR ഏജൻസികളെ അതിനുപയോഗപ്പെടുത്താൻ തുടങ്ങി, പലതരത്തിലുള്ള ഇന്റർവ്യൂകൾ നടത്താൻ തുടങ്ങി. ഇങ്ങനെ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇവരെന്തൊക്കെയോ ചെയ്തുവെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടത്താൻ ചിലവഴിക്കാൻ ഇവരെടുത്ത് പൈസയുണ്ട്, PR വർക്കിന് ഇവരെടുത്ത് പൈസയുണ്ട്, പരസ്യം ചെയ്യാൻ ഇവരുടെ അടുത്ത് പൈസയുണ്ട്. എൻ്റെ മുഖം, എൻ്റെ ഫിഗർ, എൻ്റെ തല എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഫ്ലക്സ് ബോർഡുകൾ കെട്ടിത്തൂക്കാൻ ഇവരെടുത്ത് പൈസയുണ്ട്. പക്ഷേ ഇവരെടുത്ത് പണമില്ല. എന്തിനെന്നറിയോ? ഇവരെടുത്ത് പണമില്ല. ഇവിടെ കൃത്യമായി സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ ഇവരെടുത്ത് പണമില്ല. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കരയുന്നവൻ്റെ കണ്ണീരപ്പാൻ ഇവരുടെ കയ്യിൽ പൈസയില്ല. ഇവരുടെ കയ്യിൽ ഈ പറയുന്ന പോലെ ഇവിടെ വയനാട് ദുരന്തം വന്നപ്പോൾ, മേപ്പാടി ദുരന്തം വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായ നിധിയിലേക്ക് ഫണ്ടിടൂ, നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കി ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നാണയത്തുട്ടുകൾ കളക്ട് ചെയ്ത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ പണം ശേഖരിച്ച് കോടികൾ സമ്പാദിച്ചിട്ട് അതിൻ്റെ 10-1 രൂപ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്നവർക്ക് വീടെടുത്ത് കൊടുത്ത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവരിനി ഞങ്ങൾക്ക് എപ്പോഴാണ് താമസിക്കാൻ പറ്റുക എന്ന് നോക്കി മേൽപോട്ട് കൈ ഉയർത്തുന്ന അവസ്ഥയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ സ്ത്രീ മീഡിയയോട് സംസാരിച്ചത്, അടുത്ത മഴയ്ക്കും ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു മഴ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഭീതിയാണ്, അവരുടെ ഉള്ളിൽ പേടിയാണ്. ഇനി വീണ്ടും ഒരു ഉരുൾപൊട്ടൽ, ഇതുപോലെ ഒരു പ്രളയമാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി ഒരു സേഫായ സ്ഥലത്ത് ഒരു അടച്ചുറപ്പുള്ള വീടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ബേസിക് നീഡാണ്, ഏറ്റവും ചുരുങ്ങിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പോലും ചിറക് മുളപ്പിക്കാൻ കഴിയാത്ത സർക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയമാണ് എന്നതിൽ ഒരു സംശയമില്ല. നമ്മൾ ഓരോരുത്തരുമാണ് ഇനി ഇതിനെതിരെ പ്രയത്നിക്കേണ്ടത്. എനിക്കറിയാം ഇവിടെയുള്ള നിങ്ങളെല്ലാവരും VT ബൽറാം എന്ന് പറയുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ഊർജവും ഒക്കെ ചെലവഴിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഇറങ്ങണം.
നിങ്ങൾ എന്തിനിറങ്ങണം? ഇനിയുള്ള കുറഞ്ഞ സമയങ്ങൾ, ഓരോ സെക്കൻഡുകളും അത്രയും മൂല്യവത്താണ് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇനി ഗോധയിൽ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പരിണമിക്കണം. ഞാനും നിങ്ങളും സ്ഥാനാർത്ഥിയാവണം. നമ്മൾ ഓരോരുത്തരും VT ബൽറാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ച് നമ്മളെല്ലാ വീടുകളിലും എത്തണം. നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബക്കാരോട്, പരിചയക്കാരോട്, സുഹൃത്തുക്കളോടൊക്കെയും VT ബൽറാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത് വെറും വോട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് നിരന്തരം അവരോട് സംസാരിക്കണം. ഇനിയുള്ള നമ്മുടെ മിനിറ്റുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാവണം, നാളെയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാവണം. നിങ്ങൾ തന്നെ ഇത്ര ആലോചിച്ചാൽ മതി. ഈ പറയുന്ന തൃത്താല നിയോജക മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇവിടുത്തെ കാൻഡിഡേറ്റിനെ, ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ എല്ലാവരും അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു MLA-യോ അല്ലെങ്കിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഒരു മന്ത്രിയെയോ ആയിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന നേതാക്കൾ എന്നൊക്കെ നമ്മൾ ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു നേതാവാണ് VT ബൽറാം എന്നതിൽ ഒരു സംശയമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും കറന്റ് ഇഷ്യൂസിനെ കുറിച്ച് കൃത്യമായി, വ്യക്തമായി, ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഴുതുന്ന, അതിൽ അവരുടെ അമർഷം പ്രകടിപ്പിക്കുന്ന, കൃത്യമായ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു നേതാവ് കൂടിയാണ് VT ബൽറാം എന്നതിൽ സംശയമൊന്നുമില്ല. ഒരേ സമയത്ത് നന്നായി ആളുകളുമായി സംവദിക്കാനും, അതേ സമയത്ത് നന്നായിട്ട് എഴുതാനും, നന്നായിട്ട് വായിക്കാനും, അതോടൊപ്പം തന്നെ യാത്രകളെ കൂടെ കൂട്ടാനും, അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നല്ല ജനപ്രതിനിധിയായി തെളിയിച്ചുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു പ്രതിഭയായി തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ വരുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഒരു പ്രതിഭയായ ഒരാൾ എന്നൊരു ഫീലാണുള്ളത്. ഒരു പ്രതിഭയായ ഒരു ലീഡർ പരിചയപ്പെടുക എന്നുള്ളൊരു ഫീലാണ്. അപ്പം അങ്ങനെ ഈ കേരളത്തിനകത്തുള്ള എല്ലാവരും അങ്ങനെ നോക്കിക്കാണുന്ന ഒരു നേതാവിനെ നമുക്ക് ഒരു MLA ആയി കിട്ടുക, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനാർത്ഥിയായി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ഭാഗ്യം കൂടിയാണ്. നിങ്ങൾ ഭാഗ്യം ചെയ്ത മനുഷ്യരാണ് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. അപ്പം അത്തരത്തിലൊരാളെ കിട്ടുമ്പോൾ നമുക്ക് കുറേ കൂടെ കാലത്തിനനുസരിച്ചിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ കഴിയും എന്നതിലൊരു സംശയമില്ല. നിങ്ങളിപ്പോൾ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ നിലവിലെ MLA എന്ന് പറയുന്ന, മന്ത്രി എന്ന് പറയുന്ന രാജേഷ് നടപ്പിലാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ ആശയത്തെ, ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും സംസാരിക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ടല്ല. ഇത്രയും മനോഹരമായിട്ട് മണിക്കൂറുകളൊക്കെ പ്രസംഗിക്കുന്ന നേതാക്കൾ പോലും ഇവിടെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ പോലും 2 മിനിറ്റ് നിങ്ങളുടെ നിലവിലെ MLA-യെ കുറിച്ച് സംസാരിക്കാൻ ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു പ്രോജക്റ്റുകളും കൊണ്ടുവരാൻ കഴിയാത്ത അത്രയും ഫെയിലിയർ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് നേട്ടങ്ങൾ. എന്താണ് നേട്ടങ്ങൾ? ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള ടോട്ടൽ ബാറുകളുടെ എണ്ണം എത്ര എന്നറിയോ? എത്രയാണ് അറിയാർക്കെങ്കിലും? 29. അതായത് 2 ഡിജിറ്റാണ്, 2 അക്കാണ്. എന്നാൽ ഇന്ന് ഈ ഫെബ്രുവരി വരെയുള്ള കണക്ക് പ്രകാരം ഇപ്പോൾ ബാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 884 ആണ്. എത്ര വർദ്ധിച്ചതെന്നൊന്ന് ആലോചിച്ചോക്കെ. എത്ര ഇരട്ടിയായിട്ടാണ് അത് വർദ്ധിച്ചിട്ടുള്ളത്. അത്രയും ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. എത്രയോ കുടുംബത്തിന്റെ സമാധാനമാണ് കെടുത്തിയത് എന്ന് വേണം പറയാൻ. എത്രയോ സ്ത്രീകളുടെ കണ്ണീരൊഴുക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചത് എന്ന് വേണം നമുക്ക് പറയാൻ. എത്രയോ മക്കളുടെ രാത്രികളിലെ ഉറക്കമാണ് ഇത്തരം ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കൊണ്ടിട്ട് ഇവിടെ ഉണ്ടായത് എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. എത്രയോ കുടുംബത്തിന്റെ സ്നേഹവും സഹകരണവും മനസ്സമാധാനവും സന്തോഷവുമാണ് ഇല്ലാതാക്കി കെടുത്തിക്കളഞ്ഞത് എന്ന് വേണം നമ്മൾ ആ എണ്ണത്തിൽ നിന്ന് വായിക്കാൻ. അത് ജസ്റ്റ് ഒരു സംഖ്യ മാത്രമല്ല, അത് കാലാകാലത്തേക്ക് ഓരോ കുടുംബത്തിനും ഏറ്റ ആഘാതം കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവന്നത്
അപ്പോൾ അത്തരത്തിൽ യാതൊരു ഗുണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തു. എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ MLA ഈ പറയുന്ന പോലെ കുറെ മനുഷ്യരുടെ സമാധാനം കെടുത്തി, അങ്ങനെ ഒരു ഗുണം ചെയ്തു. എത്രയോ മനുഷ്യരുടെ കണ്ണീര് വീഴ്ത്തി, അങ്ങനെ ഒരു ഗുണം ചെയ്തു. എത്രയോ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചു, അങ്ങനെ ഒരു ഗുണം ചെയ്തു. അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിസ്തുലമാണ്. അത് എല്ലാ കാലത്തും ഇവിടുത്തെ ജനങ്ങൾ ഓർക്കുകയും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറയും ഞങ്ങളിവിടെ ലഹരി മുക്ത കേരളമാക്കും, നമ്മളിവിടെ അങ്ങനെയാക്കും, നമ്മളിവിടെ ഇങ്ങനെയാക്കും എന്നൊക്കെ പറയും. ഒരുപാട് തള്ളൂല്ലേ, കുറേ മോഹന വാഗ്ദാനങ്ങൾ തരും. അതിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറ്റിക്കപ്പെടും. അവരിതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കും. പക്ഷെ ഇവർ അധികാരത്തിൽ കയറുമ്പോൾ നേരെ യൂട്ടേൺ അടിക്കും. നമ്മളെപ്പോഴും കാണുന്നതാ, ഒരു നിലപാട് പറഞ്ഞാൽ പോലും എത്ര തവണ മാറ്റി മാറ്റി യൂട്ടേൺ അടിക്കുന്ന മുഖ്യമന്ത്രിയെയും കൂട്ടരെയും നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കണ്ടു. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ മദ്യ ഷോപ്പുകളുടെ, ബാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അതൊരു ചെറിയ സംഖ്യയല്ല എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ഇന്ന് പല വീടുകളിലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സമാധാനത്തിൽ നമുക്കൊരു ജീവിതം കിട്ടുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ 10 വർഷം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കാം, നമുക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഒരു രാവിലെ നമ്മൾ ഒരൊറ്റ ദിവസത്തെ കുറിച്ചൊന്ന് ആലോചിക്കാം. ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കാം. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിക്കണം, 3 നേരം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണം, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഒരു സാധാരണക്കാരനാണെങ്കിൽ, അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൃത്യമായി 3 നേരവും നൽകാൻ സാധിക്കില്ല. കാരണം അത്രയേറെ വിലക്കയറ്റമാണ്. വിലക്കയറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അപമാന ഭാരത്താൽ ഇങ്ങനെ തല താഴ്ത്തേണ്ട അവസ്ഥയാണ്, തല കുനിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് തല ഉയർത്താനുള്ള ഒരു സാഹചര്യവും ഇവരൊരുക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പോട്ടെ, ഭക്ഷണം ഇനിയിപ്പോൾ വലിയ വിഭവസമൃദ്ധമാവേണ്ട, തൽക്കാലം ഉള്ളത് കൊണ്ട് ഒപ്പിക്കാം. എന്നാൽ ഞാൻ കുറച്ച് വായനാശീലമൊക്കെ വളർത്തിയെടുത്ത് പത്രമൊക്കെ വായിച്ച് കുറച്ച് സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ പത്രം എടുത്താൽ എന്താ? സമാധാനമുള്ള എന്തെങ്കിലും വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശുഭകരമായിട്ടുള്ള എന്തെങ്കിലും വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കേൾക്കുന്നത് അവിടെ കൊന്നു, ഇവിടെ വെട്ടിക്കൊലപ്പെടുത്തി, മയക്കുമരുന്നിന് അടിമപ്പെട്ട് സ്വന്തം അമ്മയെ കൊന്നു, ഇത്തരം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, മോഷ്ടിച്ചു, ഇത്തരം നമുക്ക് വായിക്കാൻ സുഖമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷത്തിന്റെ ഹോർമോൺ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുക. ഇനി നമുക്ക് തോന്നുകയാണ് പത്രം നോക്കണ്ട, കുറച്ചു നേരം സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ നോക്കിയിരിക്കാന്ന് വിചാരിക്കും. പത്രത്തിൽ പിറ്റേന്ന് കാണുന്ന വാർത്ത കുറച്ചുകൂടെ ചൂടോടുകൂടി ലൈവായിട്ട് കിട്ടും. അവിടെയും നമുക്ക് സമാധാനമില്ല. ഇനി നമ്മളൊന്ന് പുറത്തിറങ്ങാം, കുറച്ച് യാത്രയൊക്കെ പോയി ഒരു സമാധാനം കണ്ടെത്തല്ലേ? അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ നമുക്ക് സമാധാനമുണ്ടോ? ഒരു പെട്രോൾ പമ്പിന് മുമ്പിലെത്തുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കൂലേ ഒരു സാധാരണക്കാരൻ്റെ? അങ്ങനെ എല്ലാ മേഖലയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിലകളും സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ഇത്തരം ശുഭകരമല്ലാത്ത വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു വീട്ടിലുള്ള ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ സംശയം, എൻ്റെ ഭർത്താവ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവോ, എൻ്റെ കുട്ടികൾ അതിനടിമപ്പെട്ടിട്ടുണ്ടാവോ? ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ കുടുംബങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ പിണറായി സർക്കാരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അവർക്കെതിരെ തിരിച്ചടിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അവരുടെ കരണത്തടിക്കാനുള്ള മാർഗമില്ല, പക്ഷെ നമുക്ക് അവരോട് പ്രതിഷേധിക്കാം. അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബൂത്തിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും അമർഷത്തോടു കൂടിയിട്ട് നമ്മൾ പോളിംഗ് ബൂത്തിൽ കയറി നമ്മൾ അമർത്തുക എന്നതോടൊപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും വോട്ടുറപ്പിക്കുക എന്നതുകൂടെ നമ്മളുടെ അജണ്ടയിൽ ഉണ്ടാവണം.
നമ്മളുടെ ലക്ഷ്യത്തിലുണ്ടാവണം. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കുന്ന ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു PR വർക്കിൽ മാത്രം ഒഴുകി സാധാരണക്കാരനെ കണ്ടില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ ഞാനിപ്പോൾ MSFനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ആണ്. ഈ റീസെൻ്റായിട്ടാണ് ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാലത്ത് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. UDFൻ്റെ ഭരണകാലത്ത് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിക്കും നൽകേണ്ടുന്ന എല്ലാ പിന്തുണയും ഇവിടുത്തെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും കോളേജുകൾ അനുവദിച്ചു, ഓരോ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ കൊണ്ടുവന്നു. ഇങ്ങനെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളൊക്കെയും കൊണ്ടുവന്നത് ഈ പറയുന്ന UDFൻ്റെ കാലത്താണെങ്കിൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ 10 കൊല്ലം എടുത്ത് പരിശോധിച്ചൊക്കെ ഒരു പുതിയ കോളേജ് അനുവദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? SSLC എക്സാം കഴിഞ്ഞാൽ ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ കരയുന്നത് നിങ്ങൾക്ക് മീഡിയയ്ക്ക് മുന്നിൽ കാണാം. ഇനിയും അത് തുടരുന്നത് നിങ്ങൾക്ക് കാണാം. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം MSFും KSU പോലത്തെ സംഘടനകൾ ഇവിടെ സമരം ചെയ്തതിന് കണക്കില്ല. ഞാനടക്കം മറച്ചു വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണെന്നറിയോ? നമ്മൾ ഇവിടുത്തെ ഫുൾ A+ നേടിയിട്ടുള്ള SSLCയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾ പഠിക്ക് പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് സീറ്റ് നൽകണമെന്ന് പറഞ്ഞ് അധിക ബാച്ച് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ അടിച്ചമർത്താനാണ് ഇവിടുത്തെ പോലീസ് ഗുണ്ടകൾ ശ്രമിക്കാറുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വിദ്യാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളോട് ഒരു തരത്തിലും കാരുണ്യം കാണിക്കാത്ത, സ്നേഹം കാണിക്കാത്ത, അവരെ ചേർത്ത് പിടിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞത് എന്നതിൽ ഒരു സംശയമില്ല. നിങ്ങൾ 2 മാസം മുമ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. റാങ്ക് ഹോൾഡറായിട്ട് PSCയിൽ 1ാം റാങ്ക് നേടിയിട്ടും നിയമനം ലഭിക്കാത്തതിൻ്റെ പേരിൽ കരഞ്ഞ പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനൊരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡിഗ്രിയിൽ റാങ്ക് വാങ്ങിയിട്ടുണ്ട്, PGക്ക് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞു PSC കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാവും, സേഫാവും, വീട്ടിലെ പ്രാരാബ്ധം മാറും, കുറേ കഷ്ടപ്പെട്ട് ജീവിച്ചതല്ലേ, ആ കഷ്ടപ്പാടൊക്കെ അകറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉറക്കൊഴിഞ്ഞ് പഠിച്ചതാണ്. എന്നിട്ട് റാങ്ക് കിട്ടിയിട്ടും 3 വർഷമായിട്ട് ജോലിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഈ കുട്ടികളുടെ കണ്ണീരിന്റെ ചാപക്കറ എവിടെ പോയിട്ടാണ് ഈ പാപക്കറ ഇവർ കഴുകിക്കളയുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇത്രമാത്രം പറയാണ്, നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഈ അഹങ്കാരത്തിന് ചുട്ട മറുപടി എന്നോളം നിങ്ങൾ ഇന്നേ വരെ ഞാൻ മനസ്സിലാക്കുന്നത് VT ബൽറാം സാറിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് അവർ 2ാം തവണ മത്സരിച്ചപ്പോഴാണ്. അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങൾ അവരെ വിജയിപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പറഞ്ഞയക്കണം. നിങ്ങളുടെ ശബ്ദമായി ഏറ്റവും മൂർച്ചയേറിയ വാക്കുകളിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ 2 ചെവികൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആ നേതാവ് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആ പ്രഗത്ഭനായിട്ടുള്ള, ആ പ്രതിഭയായിട്ടുള്ള ആ നേതാവിനെ വിജയിപ്പിച്ച് നിങ്ങൾ ഇനി VT ബൽറാം MLA എന്നുള്ളത് മാത്രമല്ല, ഒരു VT ബൽറാം മന്ത്രി എന്നുള്ളത് കേൾക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.